ജില്ലാതലത്തിൽ 1ാം സ്ഥാനം ലഭിച്ചപ്പോൾ തന്നെ സിയ ഫാത്തിമ സ്വപ്നം കണ്ടു തുടങ്ങിയതാണ്. സംസ്ഥാന തലത്തിലെ എ ഗ്രേഡും തൃശൂരിലെ കാഴ്ചകളും. എന്നാൽ കാലം തെറ്റിയെത്തിയ മഴ പോലെ 3 ആഴ്ച മുൻപ് സിയയെ തേടി ഒരു രോഗമെത്തി. ജില്ലാ കലോത്സവത്തിൽ എങ്ങനെയായിരുന്നു നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു? നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്നു. അതിനുശേഷമാണ് ഈ രോഗത്തിന്റെ ബുദ്ധിമുട്ട്. അതിനുശേഷമാണ് ഇപ്പം ഇത് രോഗം കൂടിയത്. അതായത് അവിടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ സ്റ്റേറ്റിൽ പങ്കെടുക്കുക എന്നത്. പൂർണ്ണമായ വിശ്രമം വേണമെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശം. സ്കൂളിൽ പാറി നടന്ന അവളുടെ കാഴ്ചകൾ വീട് മാത്രമായി ചുരുങ്ങി. ശക്തന്റെ മണ്ണിലെ കലോത്സവ സ്വപ്നങ്ങൾ ദൂരേക്ക് മാഞ്ഞു തുടങ്ങി. എന്നാൽ രോഗത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാൻ സിയ ഒരുക്കമല്ലായിരുന്നു. കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് ഒരു കത്തെഴുതി. ഹൃദയത്തിലെ കലയും സ്വപ്നങ്ങളും തൂലികയിലൂടെ കത്തിലേക്ക്. പിന്നെ നടന്നത് ചരിത്രം. വിദ്യാഭ്യാസ വകുപ്പ് സിയയ്ക്കായി പ്രത്യേക ഉത്തരവ് പുറത്തിറക്കി. ചരിത്ര നിമിഷമാണ്. ഇതൊരു പ്രത്യേക ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. മന്ത്രിക്ക് കിട്ടിയ അപേക്ഷ നിയമാനുസരണം കളക്ടറുടെയും DD വിദ്യാഭ്യാസ ഓഫീസർമാരുടെയും ഒക്കെ റിപ്പോർട്ട് DG വാങ്ങി അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ട് അദ്ദേഹം കുറെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് കൊടുത്തിട്ടുള്ളത്. 64 വർഷത്തെ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി മത്സരം ഓൺലൈനിലൂടെ. പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മത്സരം നടക്കുന്നത് തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എന്ന് പറയാം. എന്തായാലും മന്ത്രിമാരുൾപ്പെടെയുള്ള പ്രമുഖർ സിയ മത്സരത്തിൽ പങ്കെടുക്കുന്നത് കാണാൻ ഇവിടെ എത്തിയിരുന്നു.